ഈ ലാപ്പിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് ഏവർക്കും ആരംഭിക്കുന്നതിന് മുൻപ് ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുകയാണ്. നമ്മളെപ്പോഴും ആവർത്തിച്ച് നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് 24 ഓക്സിലറി വെർബ്സ്, മറ്റൊന്ന് 5 ഫോംസ് ഓഫ് വെർബ്സ്. 24 ഓക്സിലറി വെർബുകളും വെർബിൻ്റെ 5 രൂപങ്ങളും എപ്പോഴും നാം നമ്മുടെ മനസ്സിൽ ഉരുവിട്ട് പറഞ്ഞ് സൂക്ഷിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. കാരണം ഈ വെർബിൻ്റെ 5 രൂപങ്ങളും ഓക്സിലറി വെർബ്സും ചേർന്നാണ് ഇംഗ്ലീഷിലുള്ള മുഴുവൻ സെൻറ്റൻസുകളുടെയും ഘടനയും അതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ടൈം ഇതെല്ലാം തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. ഓക്സിലറീസ്, മോഡൽ ഓക്സിലറീസും പ്രൈമറി ഓക്സിലറി വെർബ്സും രണ്ട് കാറ്റഗറി ഉണ്ട്. ഡു, ഡസ്, ഡിഡ്, ഈസ്, ആം, ആർ, വാസ്, വെയർ, ഹാസ്, ഹവ്, ഹാഡ് ഇത് പ്രൈമറി ഓക്സിലറി വെർബ്സ് ആണ്. വിൽ മുതൽ യൂസ്ഡ് ടു വരെയുള്ള വിഭാഗം മോഡൽ ഓക്സിലറി വെർബ്സ് ആണ്. വെർബിന് 5 രൂപങ്ങളുണ്ട്. ബേസ് ഫോം, എസ് ഫോം, V2, V3 ആൻഡ് ING. നമ്മൾ ടെൻസ് പഠിച്ചപ്പോൾ വിവിധ തരത്തിലുള്ള സെൻറ്റൻസുകൾ നാം കണ്ടു കഴിഞ്ഞു. നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് പഠിച്ചു. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ സബ്ജക്റ്റിനോടുകൂടി എസ് അല്ലെങ്കിൽ ബേസ് ഫോം ചേർത്ത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് നിർമ്മിക്കാം. സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് V2 or past tense of a verb plus object. Auxiliary verbs used in simple present tense is do and does. Auxiliary verb used in simple past tense is did. And then comes simple future. The formation of simple future tense is subject plus will or shall plus base form of the verb. And then comes the continuous tenses. I told you that in all the continuous tenses the form of the verb is ING. Continuous എന്നൊരു പേര് കേട്ടാൽ നാം അപ്പോൾ നമ്മുടെ മനസ്സിൽ കടന്നു വരേണ്ട ഒരു കാര്യം ING രൂപമാണ്. കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ അത് ING രൂപമാണ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ഈസ്, ആം, ആർ പ്ലസ് ING ഫോം ഓഫ് ദ വെർബ്. ആൻഡ് ദെൻ കംസ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് വാസ്, വെയർ പ്ലസ് ING. ദെൻ ഫ്യൂച്ചർ കണ്ടിന്യൂസ് സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ബി പ്ലസ് ING. ഇന്ന് പുതിയ ഒരു ടെൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണ്, പ്രസൻറ്റ് പെർഫെക്റ്റ്. നമുക്ക് വളരെയധികം കൺഫ്യൂഷനുകൾ സൃഷ്ടിക്കുന്ന ഒരു ടെൻസാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. മനസ്സിലാക്കാൻ അതിൻ്റെ ട്രാക്കിലേക്ക് വരാൻ അല്പം സമയമെടുക്കും. പക്ഷേ ട്രാക്കിൽ എത്തിക്കഴിഞ്ഞാൽ വളരെ രസകരമായ, പെട്ടെന്ന് നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്ന, പെട്ടെന്ന് നമ്മുടെ നാവിൽ വരുന്ന സെൻറ്റൻസുകൾ രൂപപ്പെടുത്തുവാൻ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് നമ്മളെ സഹായിക്കും. നോക്കാം. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. നമ്മൾ ഒരു ടെൻസിൻ്റെ പേരിൽ നിന്ന് തന്നെ അതിൻ്റെ ഫങ്ഷൻ നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. വി ഷുഡ് ബി ഏബിൾ ടു റെക്കഗ്നൈസ് ദ ഡ്യൂട്ടി ഓർ ദ ഫങ്ഷൻ ഓഫ് എ ടെൻസ് ഫ്രം ദ നെയിം ഇറ്റ് സെൽഫ്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. പ്രസൻറ്റ് മീൻസ് അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ്. പെർഫെക്റ്റ് മീൻസ് കംപ്ലീറ്റ്. പറയുന്ന സമയത്ത് പൂർത്തിയാകുന്നൊരു കാര്യം. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിന് പാസ്റ്റുമായി ഒരു ബന്ധമുണ്ട്. എന്നാൽ അതിൻ്റെ എഫക്റ്റ് റീസെൻ്റാണ്, പ്രസൻ്റാണ്. ഫസ്റ്റ് ലെറ്റ് us ലേൺ ദ ഫോർമേഷൻ ഓഫ് ദ ടെൻസ്. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ കണ്ടിന്യൂസ് ടെൻസുകളിലും വെർബിൻ്റെ ING രൂപം ഉപയോഗിക്കുമ്പോൾ എല്ലാ പെർഫെക്റ്റ് ടെൻസുകളിലും വെർബിൻ്റെ V3 ഓർ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഈസ് യൂസ്ഡ്. പെർഫെക്റ്റ് എന്നൊരു പേര് കേട്ടാൽ അവിടെ വെർബിൻ്റെ V3 ആണ്, അല്ലെങ്കിൽ വെർബിൻ്റെ മൂന്നാമത്തെ രൂപമാണ്, അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് ഉപയോഗിക്കുക. നാം ഡിക്ഷണറി പരിശോധിക്കുമ്പോൾ ഒരു വെർബിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ബ്രാക്കറ്റിൽ പ്രസൻറ്റ് എന്നും അല്ലെങ്കിൽ V1 എന്നും PT എന്നും PP എന്നും കാണും. PP എന്ന് പറഞ്ഞാൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇതായിരിക്കും നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ ഉപയോഗിക്കുക. അപ്പോൾ പേരിൽ നിന്ന് തന്നെ അതിൻ്റെ ഫങ്ഷൻസ് ക്ലിയർ ആണ്. നോക്കാം. ഫോർമേഷൻ ഓഫ് ദ ടെൻസ്. സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 പ്ലസ് ഓബ്ജക്റ്റ്. V3 നമുക്ക് മറ്റൊരു തരത്തിൽ പറയാം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ V3. കം, കെയിം, കം. സീ, സോ, seen. Seen is the V3. Seen is the past participle form of
സി. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ് ആണ് ഓക്സിലറി വെർബ്. വെർബിൻ്റെ V3 പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് നാം ഉപയോഗിക്കുക. ദെൻ ലെറ്റ്സ് ഗോ ടു ദ യൂസേജ് ഓഫ് ദ ടെൻസ്. ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിന് വളരെ അധികം ഉപയോഗങ്ങളുണ്ട്. ഫസ്റ്റ് യൂസ് ടു എക്സ്പ്രസ് ഫിനിഷ്ഡ് ആക്ഷൻസ്. ഇറ്റ്സ് എ ഫിനിഷ്ഡ് ആക്ഷൻ. പ്രസൻറ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ പൂർണ്ണമാണ്, അതുകൊണ്ട് തന്നെ കംപ്ലീറ്റഡ് ആണ്, ഫിനിഷ്ഡ് ആണ്. ടു എക്സ്പ്രസ് എ ഫിനിഷ്ഡ് ആക്ഷൻ ഓർ ടു എക്സ്പ്രസ് എ കംപ്ലീറ്റഡ് ആക്ഷൻ, ഒരു പൂർത്തി ആയ ഒരു പ്രവൃത്തി, ഒരു കാര്യം എക്സ്പ്രസ് ചെയ്യുവാൻ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കും. പക്ഷേ സിമ്പിൾ പാസ്റ്റിലും നാം അത് തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്, കംപ്ലീറ്റ് ചെയ്തിരുന്ന ഒരു കാര്യം പറയുവാൻ. പക്ഷേ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് എക്സാമ്പിൾസിലൂടെ ഞാൻ നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം. പാസ്റ്റ് ഇവൻറ്റ്, ദ ഇവൻറ്റ് took place in the past. പ്രസൻറ്റ് റിസൾട്ട്, പക്ഷേ അതിൻ്റെ റിസൾട്ട് ഇപ്പോഴും നിലനിൽക്കുന്നു. നമുക്കെല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട്. ഐ ഹാവ് ഹാഡ് മൈ ലഞ്ച്. ഹാഡ് മീൻസ് in this sentence the meaning of the verb had is just eat. The word has or have has many meanings. Has means drink, eat, experience എന്നൊക്കെ അർത്ഥമുണ്ട്. ഹാസിനും ഹാവിനും ഓക്സിലറി വേർബ്സ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അല്ലാത്ത തരത്തിൽ സാധാരണ ഒരു വെർബായി നാം എടുക്കുമ്പോൾ തിന്നുക, കുടിക്കുക, അനുഭവിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. ആ അർത്ഥത്തിലാണ് ഇവിടെ ഞാൻ ഹാഡ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈറ്റൺ എന്ന് മാത്രം കരുതിയാൽ മതിയാവും. ഐ ഹാവ് ഹാഡ് മൈ ലഞ്ച് മീൻസ് ഞാൻ എൻ്റെ ഉച്ചഭക്ഷണം കഴിച്ചു. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഐ എം നോ മോർ ഹംഗ്രി. ഐ എം നോട്ട് ഹംഗ്രി നൗ. എനിക്ക് വിശപ്പില്ല എന്നാണ് അർത്ഥം. ഭക്ഷണം കഴിച്ചു, ഉച്ചഭക്ഷണം കഴിച്ചു എന്ന് പറയുന്ന പ്രവൃത്തി ടുക്ക് പ്ലേസ് ഇൻ ദ പാസ്റ്റ്. അത് കഴിഞ്ഞുപോയി, ഞാനത് കഴിച്ചു. പക്ഷേ അതിൻ്റെ ഇഫക്റ്റ് ഈസ് റീസെൻറ്റ്. ഇഫക്റ്റ് ഇപ്പോഴും നിലനിൽക്കുന്നു. നമുക്ക് നോക്കാം. ഞാൻ 1 മണിക്ക് ഞാൻ ഭക്ഷണം കഴിച്ചു. ഐ ഹാഡ് മൈ ലഞ്ച്. ഞാൻ ഭക്ഷണം കഴിച്ച സമയം 1 മണിയാണ്. എനിക്ക് അടുത്ത വിശപ്പുണ്ടാകുന്ന സമയം വരെ ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ്. ഒരാളോട് നാം ചോദിക്കുന്നു, താങ്കൾ ഭക്ഷണം കഴിച്ചോ? അയാൾ പറയുന്ന ആ വാചകത്തിൽ നിന്നും അയാൾക്ക് വിശപ്പുണ്ടോ എന്ന കാര്യം വ്യക്തമാകും. അയാൾ പറയാണ്, ഞാൻ ചോറുണ്ടു, ഞാൻ ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വിശപ്പില്ല എന്നാണ് അർത്ഥം. അതേസമയം ആ ഭക്ഷണത്തിൻ്റെ ഇഫക്റ്റ് തീരുന്ന സമയം നമുക്കറിയാം. 1 മണിക്ക് നാം ഭക്ഷണം കഴിച്ചാൽ ഒരു 3 മണി അല്ലെങ്കിൽ 3:30 നമ്മുടെ അടുത്ത വിശപ്പ് ആരംഭിക്കും. അപ്പോൾ നമുക്ക് ഈ 1 മണി മുതൽ അടുത്ത വിശപ്പുണ്ടാകുന്ന സമയം വരെ ടെൻസ് പ്രസൻറ്റ് പെർഫെക്റ്റ് ആയിരിക്കും. ഇവിടം വരെ നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് പറയാം. തുടർന്നുള്ള സമയം പിന്നീട് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഞാൻ കഴിച്ചിരുന്നു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. വിശപ്പായി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗത്ത് പറയാൻ സാധിക്കുന്നത് സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഭക്ഷണം 1 മണിക്ക് കഴിച്ചു, 3:30 മണി വരെ എനിക്ക് വിശപ്പില്ല. അപ്പോൾ ടെൻസ് പ്രസൻറ്റ് പെർഫെക്റ്റ്. ഐ ഹാവ് ഹാഡ് മൈ ലഞ്ച്. അതുകൊണ്ട് എനിക്ക് വിശപ്പില്ല. മുഖത്ത് നോക്കിയാൽ തന്നെ വിശപ്പില്ല എന്നറിയാം. എപ്പോൾ മുതൽ അത് സിമ്പിൾ പാസ്റ്റ് ആകും? ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു എന്ന് പറയുമ്പോൾ അയാൾക്ക് വിശക്കുന്നുണ്ട്. ആ ആക്ഷൻ എല്ലാം തീർന്നു, കഴിച്ച ഭക്ഷണത്തിൻ്റെ എഫക്റ്റും തീർന്നു. തുടർന്ന് വരുന്ന സമയം അത് സിമ്പിൾ പാസ്റ്റാണ്. നാം ശ്രദ്ധിക്കേണ്ടത് പ്രസൻറ്റ് പെർഫെക്റ്റിൽ പാസ്റ്റിലുള്ള ഒരു സ്പെസിഫിക് ടൈമും നമ്മൾ പറയുകയില്ല. ഐ ഹാവ് ഹാഡ് മൈ ലഞ്ച് അറ്റ് നൂൺ എന്ന് നമ്മൾ പറയുകയില്ല. ഐ ഹാവ് ഹാഡ് മൈ ലഞ്ച് അറ്റ് 1 o'clock എന്ന് പറയുകയില്ല. ഐ ഹാഡ് മൈ ലഞ്ച് എന്ന് മാത്രമേ പറയുമ്പോൾ മാത്രമേ ഐ ഹാഡ് മൈ ലഞ്ച് അറ്റ് 1 o'clock നൂൺ എന്ന് പറയുകയുള്ളൂ. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ പാസ്റ്റിലുള്ള ഒരു സ്പെസിഫിക് ടൈമും നാം പറയുകയില്ല. ഐ സോ ഹിം യെസ്റ്റർഡേ എന്ന് പറയും, ബട്ട് ഐ ഹാവ് സീൻ ഹിം യെസ്റ്റർഡേ എന്ന് പറയുകയില്ല. ഒരിക്കലും ടൈം എക്സ്പ്രഷൻസ് പ്രസൻറ്റ് പെർഫെക്റ്റിലൂടെ പറയുകയില്ല. അത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. സോ ടു എക്സ്പ്രസ് ഫിനിഷ്ഡ് ആക്ഷൻസ്, പാസ്റ്റ് ഇവൻറ്റ് ആൻഡ് പ്രസൻറ്റ് റിസൾട്ട്. ഫലം ഇപ്പോഴും നിലനിൽക്കുന്നു. ആക്ഷൻ പാസ്റ്റിൽ അവസാനിച്ചു, അതിൻ്റെ റിസൾട്ട് ഇപ്പോഴും നിലനിൽക്കുന്നു. ആ ടെൻസ് ആയിരിക്കും പ്രസൻറ്റ് പെർഫെക്റ്റ്. വൺ മോർ എക്സാമ്പിൾ. ഷീ ഹാസ് ലോസ്റ്റ് ഹെർ അംബ്രല്ല. ഷീ ഹാസ് ലോസ്റ്റ് ഹെർ അംബ്രല്ല എന്ന് പറഞ്ഞാൽ അവൾക്ക് അവളുടെ കുട നഷ്ടപ്പെട്ടു. സ്റ്റിൽ ദ അംബ്രല്ല ഈസ് മിസ്സിങ്. ഇപ്പോഴും കുട നഷ്ടപ്പെട്ടിരിക്കുകയാണ്, തിരിച്ചു കിട്ടിയിട്ടില്ല.
തിരിച്ച് കിട്ടിക്കഴിയുമ്പോൾ അത് സിമ്പിൾ പാസ്റ്റായി മാറും. എനിക്കെൻ്റെ കുട നഷ്ടപ്പെട്ടു, അത് തിരികെ കിട്ടി. പക്ഷേ എനിക്ക് എൻ്റെ കുട പോയി, കുട നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് പ്രസൻറ്റ് പെർഫെക്റ്റാണ്. സംഭവം മറന്നു അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന കാര്യം പാസ്റ്റിൽ സംഭവിച്ചു. പക്ഷേ കുട ഇപ്പോഴും കയ്യിലില്ല എന്ന് പറയുന്ന റിസൾട്ട് ഇപ്പോഴും നിലനിൽക്കുന്നു. ടു എക്സ്പ്രസ് ദാറ്റ് ടൈപ്പ് ഓഫ് ആക്ഷൻസ് വി യൂസ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. Then let's go to the next use. Recent completed actions. An action completed at the time of speaking. പറയുന്ന സമയത്ത് പൂർത്തിയായ ഒരു പ്രവൃത്തി എക്സ്പ്രസ് ചെയ്യുവാൻ. പറയുന്ന സമയത്ത് അത് പൂർത്തിയായതേ ഉള്ളൂ, അത് പൂർത്തിയാക്കിയ വ്യക്തി മറ്റൊരു ജോലിയിലേക്ക് കടന്നിട്ടില്ല. ഐ ഹാവ് ജസ്റ്റ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക്. ഞാൻ എൻ്റെ ഹോംവർക്ക് പൂർത്തിയാക്കിയതേ ഉള്ളൂ, ഞാനത് ടീച്ചറെ കാണിച്ചിട്ടില്ല. താങ്കൾ എപ്പോൾ വന്നു? ഐ ഹാവ് ജസ്റ്റ് കം. ഞാൻ ഇപ്പോൾ വന്നതേ ഉള്ളൂ. അയാൾ വന്നതിൻ്റെ ലക്ഷണങ്ങളുണ്ടാവും. ഒരുപക്ഷെ ഡ്രസ്സൊന്നും മാറി ആയിട്ടില്ലായിരിക്കാം, വന്നിട്ടൊന്നും ഇരുന്നിട്ടില്ലായിരിക്കാം, മറ്റു ജോലിയിലേക്ക് ഒന്നും കടന്നിട്ടില്ല. ഐ ഹാവ് ജസ്റ്റ് കം. ഞാൻ ഇപ്പോൾ വന്നതേ ഉള്ളൂ. ജസ്റ്റ് കം. അത്തരത്തിലുള്ള സെൻറ്റൻസ് പറയുവാൻ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കും. നെക്സ്റ്റ് യൂസ് ലൈഫ് എക്സ്പീരിയൻസസ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സംഭവിച്ചിട്ടുള്ള കാര്യം. ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ പോയിട്ടുണ്ട്, ഞാൻ കഴിച്ചിട്ടുണ്ട്, ഞാൻ തിന്നിട്ടുണ്ട് എന്നൊക്കെ പറയാൻ നമ്മൾ ലൈഫ് എക്സ്പീരിയൻസ് എക്സ്പ്രസ് ചെയ്യുവാൻ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കും. അതുപോലെ ചോദ്യമായി ചോദിക്കുവാൻ എപ്പോഴെങ്കിലും താങ്കൾ പോയിട്ടുണ്ടോ, എപ്പോഴെങ്കിലും താങ്കൾ അനുഭവിച്ചിട്ടുണ്ടോ, ഇത്തരത്തിലുള്ള ലൈഫ് എക്സ്പീരിയൻസസ് അന്വേഷിച്ചറിയുവാനും നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കും. ഐ ഹാവ് സീൻ ദ ഫിലിം. ഞാൻ ആ സിനിമ കണ്ടിട്ടുണ്ട്. ലൈഫ് എക്സ്പീരിയൻസ് ആണ്. അതിനി ആര് വിചാരിച്ചാലും എൻ്റെ മനസ്സിൽ നിന്നത് അങ്ങനൊരു സംഭവം നടന്നിട്ടില്ല എന്നുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ ഒരിക്കലും സാധിക്കുകയില്ല. ലൈഫ് എക്സ്പീരിയൻസസ്. ഐ ഹാവ് സീൻ മഹാത്മാഗാന്ധി. ഞാൻ മഹാത്മാഗാന്ധിയെ കണ്ടിട്ടുണ്ട്. അതൊരു ലൈഫ് എക്സ്പീരിയൻസ് ആണ്. ഐ ഹാവ് സീൻ ദ ഫിലിം. ഞാൻ കണ്ടിട്ടുണ്ട്. ഐ ഹാവ് നെവർ ഗോൺ ടു ഡൽഹി. ഞാൻ ഇന്നുവരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഡൽഹിയിൽ പോയിട്ടില്ല. അതൊരു ലൈഫ് എക്സ്പീരിയൻസ് ആണ്, ഒരിക്കലും സംഭവിച്ചിട്ടില്ല. ഫോർത്ത് യൂസേജ് അൺഫിനിഷ്ഡ് ആക്ഷൻസ്. ഒരാക്ഷൻ നേരത്തെ തന്നെ തുടങ്ങി പൂർത്തിയാക്കിയിട്ടില്ല. പറഞ്ഞിടത്തോളം പൂർത്തിയാക്കി, പക്ഷേ ആക്ഷൻ ഇപ്പോഴും നടക്കുകയാണ്. എക്സാമ്പിൾ നോക്കാം. ഹി ഹാസ് വർക്ക്ഡ് ഇൻ ദിസ് ഓഫീസ് ഫോർ ദ ലാസ്റ്റ് 5 years. കഴിഞ്ഞ 5 വർഷക്കാലമായി അദ്ദേഹം ഈ ഓഫീസിൽ ജോലി ചെയ്തു വരികയാണ്. അതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് 5 വർഷം പൂർത്തിയാക്കി ഇപ്പോഴും തുടരുന്നു. ജോലി നേരത്തെ ആരംഭിച്ചു, പക്ഷേ ഇപ്പോഴും തുടരുന്നു. ചെയ്തിടത്തോളം 5 വർഷം പൂർത്തിയാക്കിയിരിക്കുന്നു. നെക്സ്റ്റ് യൂസ് മൾട്ടിപ്പിൾ ആക്ഷൻസ്. ഒന്നിലധികം പ്രാവശ്യം സംഭവിച്ചിട്ടുള്ള കാര്യം. എക്സാമ്പിൾ നോക്കാം. ഐ ഹാവ് സീൻ ഹിം സെവറൽ ടൈംസ്. ഞാൻ അവനെ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഞാൻ ഇന്നലെ കണ്ടു, മിനിഞ്ഞാന്ന് കണ്ടു, കഴിഞ്ഞ ആഴ്ച കണ്ടു എന്നല്ല, ഞാൻ അവനെ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. സമയമൊന്നും അവിടെ എക്സ്പ്രസ് ചെയ്യുന്നില്ല. ഐ ഹാവ് എക്സ്പീരിയൻസ്ഡ് ദാറ്റ് മെനി ടൈംസ്. ഞാൻ പലപ്പോഴും അത് അനുഭവിച്ചിട്ടുണ്ട്. പല പ്രാവശ്യം സംഭവിച്ചിട്ടുള്ള കാര്യം. അപ്പോൾ ഈ എക്സാമ്പിൾസിലൂടെ നാം കടന്നു പോകണം. നാം ഈ വീഡിയോ കാണുമ്പോൾ 1 പ്രാവശ്യമോ 2 പ്രാവശ്യമോ ഇത് കണ്ടതുകൊണ്ട് ഈ ടെൻസ് നാം പഠിക്കുകയില്ല. നമ്മളത് ആവർത്തിച്ച് ഇത് കാണണം. ഓരോ യൂസും നിങ്ങളെ പോസ് ചെയ്ത് കൂടുതൽ എക്സാമ്പിൾസിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. എങ്കിൽ മാത്രമേ ഈ ടെൻസ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനുശേഷം നമ്മൾ ടെക്സ്റ്റ് ബുക്കുകൾ വായിക്കുമ്പോൾ ഓരോ സെൻറ്റൻസും നാം ഒന്ന് അനലൈസ് ചെയ്യുന്നത് നല്ലതാണ്. ഇതേത് ടെൻസാണ്, ഏതാണ് ഇതിലെ ഓക്സിലറി വെർബ്സ്, ഇതിൻ്റെ വെർബിൻ്റെ രൂപം എന്താണ്, ഇതിൻ്റെ മീനിങ് എന്താണ്, ഇതിൻ്റെ ടൈം എന്താണ്, ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. എങ്കിൽ മാത്രമേ നമ്മൾ പഠിക്കുകയുള്ളൂ. അല്ലാതെ ഈ ലാപ്പിൻ്റെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ എപ്പിസോഡ് ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ മാത്രം നാം ലാംഗ്വേജ് പഠിക്കുകയില്ല. ആവർത്തിച്ച് നമ്മൾ ഈ എപ്പിസോഡ് നമ്മൾ കാണണം. പോസ് ചെയ്ത് ഇതിൻ്റെ സെൻറ്റൻസുകളെല്ലാം വ്യക്തമായി കേട്ട് മനസ്സിലാക്കി റിപ്പീറ്റ് ചെയ്ത് പോയെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ഒരിക്കൽ ഇത് മനസ്സിലാക്കിയാൽ ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് മായുകയില്ല. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇതിൻ്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ സെൻറ്റൻസിനെ നെഗറ്റീവ് ആക്കുന്നതും, എങ്ങനെയാണ് ഇതിനെ ക്വസ്റ്റ്യൻ ആക്കുന്നതും, എങ്ങനെയാണ് ഇതിനെ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആക്കുന്നതും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഞാൻ സെൻറ്റൻസുകൾ പറയുമ്പോൾ സ്ക്രീനിൽ കാണുന്ന സെൻറ്റൻസുകളിൽ നിങ്ങൾ ഒന്ന് പോസ് ചെയ്ത് അത് ഒന്ന് എഴുതിയെടുക്കുകയും പഠിക്കുകയും ചെയ്യണം. എക്സാമ്പിൾ പറയാം. നമുക്കറിയാമല്ലോ, ഓക്സിലറി വെർബിൻ്റെ കൂടെയാണ് നമ്മൾ നോട്ട് ചേർത്തൊരു സെൻറ്റൻസിനെ നെഗറ്റീവ് ആക്കുന്നത്.
ക്വസ്റ്റ്യൻ ആക്കുന്നത് സബ്ജക്റ്റും വെർബും ഇൻവേർഷൻ നടത്തിയാണ്. അതുപോലെ തന്നെയാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലും സെൻറ്റൻസിനെ പോസിറ്റീവ് നെഗറ്റീവും ക്വസ്റ്റ്യനും നെഗറ്റീവ് ക്വസ്റ്റ്യനും ആക്കി തീർക്കുന്നത്. ഐ ഹാവ് സീൻ ഹിം, ഞാൻ അവനെ കണ്ടിട്ടുണ്ട്. ഐ ഹാവിൻറ്റ് സീൻ ഹിം, ഞാൻ അവനെ കണ്ടിട്ടില്ല. ഹാവ് യു സീൻ ഹിം, നിങ്ങൾ അവനെ കണ്ടിട്ടുണ്ടോ? ഹാവിൻറ്റ് യു സീൻ ഹിം, നിങ്ങൾ അവനെ കണ്ടിട്ടില്ലേ? ഹാസും ഹാവും എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുക? എല്ലാ തേർഡ് പേഴ്സൺ സിംഗുലറിൻ്റെ കൂടെയും ഹാസ് ആണ് ഉപയോഗിക്കുക. ഹി ഹാസ്, ഷീ ഹാസ്, മൈ ഫാദർ ഹാസ്, മൈ മദർ ഹാസ്, മൈ സിസ്റ്റർ ഹാസ്. ബാക്കിയുള്ള എല്ലാ പേഴ്സൺസിൻ്റെയും കൂടി ഹാവ് ആണ് ഉപയോഗിക്കുക. ഐ ഹാവ് കം, വി ഹാവ് കം, യു ഹാവ് കം, ദേ ഹാവ് കം. Have is used with all the persons except third person singular. With the third person singular, has is used. തേർഡ് പേഴ്സൺ സിംഗിളിലൂടെ ഹാസ് മാത്രമാണ് ഉപയോഗിക്കുക. ബാക്കിയുള്ള എല്ലാ പേഴ്സൻ്റെയും കൂടി ഹാവ് ആണ് ഉപയോഗിക്കുക. ഹാസിൻ്റെയും ഹാവിൻ്റെയും കൂടെ നമുക്ക് നോട്ട് ചേർത്ത് ഇതിനെ നെഗറ്റീവ് ആക്കുവാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കുക. സെൻറ്റൻസ് പോസിറ്റീവും നെഗറ്റീവും ക്വസ്റ്റ്യനും നെഗറ്റീവ് ക്വസ്റ്റ്യനും ആക്കുന്നത് അതും പഠിച്ചിരിക്കുക. നമ്മൾ ടെൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് മുതൽ നാം ഇപ്പോൾ പഠിച്ചിരിക്കുന്ന പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് വരെ ഇത്തരത്തിൽ പോസിറ്റീവും നെഗറ്റീവും ക്വസ്റ്റ്യനും നെഗറ്റീവ് ക്വസ്റ്റ്യനും നാം പ്രാക്ടീസ് ചെയ്യണം. അത് ഉയർന്ന സ്വരത്തിൽ നാം ഉരുവിട്ട് പഠിക്കുകയും ചെയ്യണം. കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം നമ്മളുടെ കുട്ടികളുണ്ടായിരുന്നു. അവർ എങ്ങനെയാണ് ഈ സെൻറ്റൻസ് സിമ്പിൾ പ്രസൻറ്റിൽ ആരംഭിച്ച് അത് പ്രസൻറ്റ് പെർഫെക്റ്റിൽ അവസാനിക്കുന്നതെന്ന് പറഞ്ഞിരുന്നു. അത് പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പല ഗുണങ്ങളുണ്ട്. ഒന്ന്, സെൻറ്റൻസുമായിട്ട് നമുക്ക് ബന്ധം വരും. മാത്രമല്ല നമ്മുടെ വോക്കൽ കോഡ്സിന്, വോക്കൽ ഓർഗൻസിനും അത് ഒരു പരിശീലനമാവുകയും ചെയ്യും. Okay, I believe that all of you have learned the present perfect tense well. We will meet again with another tense in the next episode. Till then, goodbye.